എത്ര മോഡലാണ്? 2010 ആണ്. 2010 മോഡലാണ്. ഓപ്ഷൻ പിന്നെ വി ആണ്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? ഒരു 2 സംതിങ് ഓടിക്കും. വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒരു സിൽവർ കളറിലാണ് വണ്ടി വരുന്നത്. ഇപ്പൊ നിലവിൽ KL54 പൊന്നാനിയിലേക്ക് മാറിയിട്ടുണ്ട് വണ്ടി. ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ് ഇത്. എത്രയാണ് ചോദ്യം? ഇതിന് ചോദ്യം 540 ചോദിക്കുന്നുണ്ട് അല്ലേ? ഓ, ഇതേപോലത്തെ ഒരു വണ്ടി നമ്മൾ ആദ്യം നോക്കിയില്ലേ? സെയിം അല്ല, 540 തന്നെ ചോദിച്ചത്. ഓക്കെ, G4 അല്ല, വി ഓപ്ഷൻ ആണ്. 2010 മോഡലാണ്. ഓക്കെ, വില ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് തരും. നിങ്ങൾക്ക് ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടികൾ വേണോ? അല്ലെങ്കിൽ നേരെ ഇവിടത്തേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ഞാൻ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോറൂം കാണുന്നത്. ഇവിടെ കിലോമീറ്റർ എല്ലാ വണ്ടികളും ജെനുവിൻ ആണ്, അതിൽ യാതൊരു സംശയമില്ല. മിയ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ മെയിൻ ഗ്ലാസ് അത് ചിലതിൽ റീപ്ലേസ് ഉണ്ട്, അത് പറയാൻ പറ്റൂല. ഞാൻ ഇന്നുള്ളത് ഓൺ ഡ്രൈവ് യൂസർ കാർ ഷോറൂമിലാണ്. ഇത് പ്ലേസ് വരുന്നത് പൊള്ളപ്പടിയാണ്. അതായത് എടപ്പാൾ ടു കുറ്റിപ്പുറത്തിന് നടുവിലാണ് സ്ഥലം വരുന്നത്. എടപ്പാളിന് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ 2 കിലോമീറ്റർ, കുറ്റിപ്പുറത്തിന് ഇവിടത്തേക്ക് വരികയാണെങ്കിൽ 4 കിലോമീറ്റർ. ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടികളാണ്, അതുപോലെ തന്നെ ജെനുവിൻ കിലോമീറ്ററുള്ള വണ്ടികളാണ്. പിന്നെ RTOന്റെ ഓതറേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഷോറൂമാണ്. അപ്പോൾ ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ല വണ്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. കിളിക്കുട്ടി പോലത്തെ നല്ലൊരു ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് നിലവിൽ ഹരിയാന റൈസിലാണ് വണ്ടി ഉള്ളത്. കേരള നമ്പർ ആയിട്ടില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ കേരള നമ്പർ ആക്കി തരും കേട്ടോ. ഇത് ബോസേ മോഡൽ എത്ര തന്നെ? ഇത് 2010 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് വി ആണ്. വി ഓപ്ഷനിലാണ് വണ്ടി നിൽക്കുന്നത്. എത്ര ഓടി ഉണ്ടാവും? ഇത് ഒരു 2 ലക്ഷത്തിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ജെനുവിൻ ആണ്. ഓക്കെ, ജെനുവിൻ ആണ് കേട്ടോ. കിലോമീറ്റർ ഒക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ. ഹിസ്റ്ററി കാര്യങ്ങൾ കമ്പനി ഇവിടെ ഏകദേശം വണ്ടികളൊക്കെ ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടികളാണ് കേട്ടോ. ഈ ചണ്ട വണ്ടികളൊന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എത്രാമത്തെ ഓണറിൽ നിൽക്കുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇത് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. കാരണം 90% പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ മെയിൻ ഗ്ലാസ് ആണ് റീപ്ലേസ് ഉണ്ടാവല്. അതുപോലെ ചില വണ്ടികളിലൊക്കെ മെയിൻ ഗ്ലാസ് മാത്രമായിരിക്കും റീപ്ലേസ്. പിന്നെ മേജർ ആക്സിഡന്റ് ആയ വണ്ടി, തട്ടുമുട്ട് പരിക്കുള്ള വണ്ടി, അങ്ങനത്തെ വണ്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന് എത്ര നിങ്ങൾ ആസ്ക്? ഇതിന് ആസ്ക് വരുന്നത് 540 ആണ്. 540 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഓക്കെ, കസ്റ്റമർ വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വില കുറച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ ഇത് G4 അല്ല, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വി ആണ് ഓപ്ഷൻ വരുന്നത്. ഒരു നമ്പർ ആയ വണ്ടി നമുക്ക് നോക്കാം. നിലവിൽ KL54 പൊന്നാനിയിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട്. ഒരു സിൽക്കി ഗോൾഡൻ കളർ വണ്ടിയാണ് കേട്ടോ. എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു കളറാണ് ഇത്. മാർക്കറ്റിൽ കിട്ടൽ അപൂർവമാണ് ഈ ഒരു കളർ. വേണമെങ്കിൽ നോക്കിക്കളി. ഇത് മോഡൽ എത്ര? 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് വി ആണ്. വി ഓപ്ഷൻ ആണ് കേട്ടോ. വണ്ടി മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല വണ്ടി. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇതൊരു 132 ഓടിയിട്ടുണ്ട്. 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിന് എത്ര ആസ്ക്? ഇതിന് ആസ്ക് വരുന്നത് 10.45 ആണ്. 10.45 ചോദിക്കണ്ടല്ലേ? വില കുറയൂലേ? കുറച്ച് കൊടുക്കും. ഓക്കെ, 10.45 ചോദിക്കണമെങ്കിൽ വില കുറച്ച്. ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. വേണമെങ്കിൽ വന്നോളി. ഇന്നോവയില് പെട്രോൾ വണ്ടി നമുക്ക് പരിചയപ്പെടാം. 2000 എത്ര മോഡലാണ്? 2008-9 ആണ്. 2008 മോഡൽ 9 റൈസൻ ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഏകദേശം എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇതൊരു 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി മേജർ ആക്സിഡന്റ്. ഇത് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഇത് G2 ആണ്. G2 ആണ്. സെൻട്രൽ AC ഒക്കെ ഉള്ളതാണ്. ഓക്കെ, വണ്ടി നിലവില് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. നല്ല വണ്ടി. ഓക്കെ, റൈസൻ ആയിട്ടുള്ള വണ്ടി അല്ല, കേരള വണ്ടി അല്ല, റൈസൻ ആയിട്ടുള്ള വണ്ടി. എത്ര ചോദിക്കണേ? ഇത് ചോദിക്കുന്നത് 4.15 ചോദിക്കണ്ടല്ലേ? വില കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, കസ്റ്റമർ വന്നിരുന്ന് സംസാരിക്കുകയാണ്, വില കുറച്ച് കേട്ടോ. ഒരു ഇന്നോവ ക്രിസ്റ്റ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2018 ആണ്. 18 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് GX ആണ് വരുന്നത്. GX ആണ്, G4 അല്ല. ഈ G4ഉം GX എന്താ വ്യത്യാസം വരുന്നത്? നമുക്ക് G4 വരുമ്പോ എന്താണ് ഈ മിറർ നമുക്ക് മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വരുന്നില്ല. പിന്നെ G4 തന്നെ അതേപോലെ നോക്കുമ്പോൾ സ്ക്രീൻ നമുക്ക് ഒരു കൊടുക്കുന്നില്ല, അതിലൊരു അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ട് വെക്കുന്നതാണ്. ഓക്കെ, അത് രണ്ടും GX വരുന്നുണ്ട്. ഈ വണ്ടി പുതിയ ഷേപ്പിലേക്ക് മാറിയ വണ്ടിയാണ് കേട്ടോ. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 147 ഓടിയിട്ടുണ്ട്. 147 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? നിലവിൽ എത്രാമത്തെ ഓണർഷിപ്പിലാണ്? സെക്കൻഡിൽ നിൽക്കുന്നുണ്ട്. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 15.75 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. കസ്റ്റമർ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ച് കേട്ടോ.
ഇതിപ്പോ റീവണ്ടിയാണ്, നമ്പർ ആയിട്ടില്ല, നമ്പർ ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ, നമ്പർ ആക്കിയിട്ട് ആ ഒരു റേറ്റ് ആണ് പറയുന്നത്. നല്ല അടിപൊളി ഒരു ഇന്നോവ കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ് വരുന്നത്? 2015 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബി ആണ് അല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? ഇതൊരു 170 ഓടിയിട്ടുണ്ട്. 170 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ? ഓക്കെ, വണ്ടി മിയ. നിലവിൽ UP റേസിലാണ് വണ്ടി നിൽക്കുന്നത്. കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഇവിടെ ഏകദേശം എല്ലാ വണ്ടികളും നിങ്ങൾ കേരള നമ്പർ ആക്കിയിട്ടാ കൊടുക്കുക അല്ല? ഇത് എത്ര നിങ്ങൾ ആസ്ക്? ഇത് ആസ്ക് വരുന്നത് 10.50 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. കസ്റ്റമർ വന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ച് തരും. ഇത് വി ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. 2015 മോഡലിൽ വി ആണ്. ഒരു ഗ്രേ കളറിൽ വരുന്ന നല്ല ഹലുവ പോലത്തെ ഒരു ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ സെഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് മോഡൽ എത്ര? 2014 ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 141 ഓടിയിട്ടുണ്ട്. 1,40,000 കിലോമീറ്റർ ഓടിന്. ഫുൾ കമ്പനി സർവീസ് അല്ല? പൊതുവെ മാർക്കറ്റ് ഒരു കിട്ടാത്തൊരു സാധനമല്ല ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ. ഇത്രയും പക്ക ഒരു സർവീസ് കാര്യങ്ങള്, മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ഒരു വണ്ടികൾ അപൂർവമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്കാണല്ലോ, അത്രയ്ക്ക് പക്കാണല്ലോ വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇപ്പോ ഇവിടെ കേരള നമ്പർ ആവുകയാണെങ്കിൽ രണ്ടാമത്തെ ഓണർ ആവും. വണ്ടി യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങള്, തട്ടുമുട്ട് പരിക്ക് ഒന്നുമില്ല. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 10 കൊടുക്കാം. 10 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. വില കുറയൂലേ? വില കുറച്ച് തരും കേട്ടോ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി കളി. ഫുൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് മിയ 100/100 ക്രിസ്റ്റ നമുക്ക് പരിചയപ്പെടാം. ഒരു ബ്രൗൺ കളറാണ് വരുന്നത്. നല്ല അടിച്ചാപ്പൊളി കളറാണ് കേട്ടോ. ഇത് മോഡൽ എത്രയാണ്? 2017 മോഡൽ. ഓപ്ഷൻ വരുന്നതാ? G4 ആണ് അല്ലേ? ഓക്കെ, വണ്ടി ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഒരു 168 ഓടിയിട്ടുണ്ടാവും. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ പക്ക വണ്ടിയല്ല? ഓക്കെ, എത്രാമത്തെ ഓണർ നിൽക്കണേ? ഓണർ സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. ഇനിയിപ്പോ നമ്പർ ആകുമ്പോൾ സെക്കൻഡ് ഓണർ ആവും. ഓക്കെ, നിങ്ങളിപ്പോ നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്ന പ്രൈസ് അല്ലേ ചോദിക്കുന്നത്? എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് വരുന്നത് 14.75 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഓക്കെ, 2017 ക്രിസ്റ്റ G4 ആണ്. ഇതിന് ചോദിക്കുന്നത് 14.75 വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി വണ്ടി. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കമ്പനി ഹിസ്റ്ററി. ഈ ഓട്ടത്തില് ജെനുവിൻ ഓട്ടാണ്. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇവിടെയുള്ള ഏകദേശം വണ്ടി ഹിസ്റ്ററി ഉള്ളത് തന്നെയാണ് എല്ലാത്തിനും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് നോക്കാം. അടുത്തൊരു ക്രിസ്റ്റ, ഒരു ഗ്രേ കളറിൽ വരുന്ന ക്രിസ്റ്റ ആണ്. ഇത് G4 ആണല്ലേ? എത്ര മോഡലാ? 2018 മോഡലാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 178 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, പക്ക വണ്ടിയല്ല? ഓക്കെ, ഇത് എത്രാമത്തെ ഓണറിലാക്കുന്നത്? ഓണർ സിംഗിൾ ആണ്. ഓക്കെ, എത്ര ചോദിക്കണ വില? ഇതിന് ചോദിക്കണ വില സെയിം റേറ്റ് തന്നെയാണ്. നമ്മളിതിന്റെ 15 ആണ്. അത് നമ്മൾ 14.75 ചോദിച്ചു. ഇത് 15.75 അല്ല 15.50. ഓക്കെ, സോറി. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. രണ്ടും MH വണ്ടിയാണ്. നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്ന റേറ്റ് ആണ് പറയുന്നത്. ഇന്നോവ ക്രിസ്റ്റ നോക്കാം. ഇത് ഓപ്ഷൻ വരുന്ന Z ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഇത് മോഡൽ എത്രയാണ്? 2016 ഓട്ടോമാറ്റിക് അല്ല? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 2 ലക്ഷത്തിന് മേലെ ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് ഒക്കെ ഉള്ള ഹിസ്റ്ററിക്ക് ഉള്ള വണ്ടിയാണ്. വണ്ടി മിയാണ്. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. മേജർ ആക്സിഡന്റ്. ഓക്കെ, എത്ര ചോദിക്കണത്? 16.75 ചോദിക്കുന്നത്. 2018 Z ഓപ്ഷനിൽ 16 Z ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. 16.75 ചോദിക്കേണ്ട. വില കുറച്ച് തരും. നമ്പർ ആക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഫോർച്യൂണർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2014 മോഡലാണ്. ഏതാ? 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 110 ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. സർവീസ് കാര്യങ്ങൾ ഉള്ളത്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നിലവിൽ ഹരിയാന റൈസിലാണ് ഉള്ളത്. നമ്പർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ അല്ല? എത്ര ചോദിക്കുന്നത്? നമുക്ക് 14 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഓക്കെ, TRD കിറ്റ് ഒക്കെ ഉള്ളതാണ്. എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ കുറെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോ കേട്ടോ. ഇവിടെ നമുക്കൊരു ഇന്നോവ കാർ പരിചയപ്പെടാം. ഇത് നമ്പർ ആയ വണ്ടിയല്ലേ? എത്ര മോഡലാ? 2013 മോഡൽ. ഓപ്ഷൻ തന്നെ വി. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 151 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ ഓട്ടോ? ജെനുവിൻ ഓട്ടോ. ഓക്കെ, മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ? ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്ക് 8.20 ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. 8.20 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും അല്ലേ? നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 2013 G4 അല്ല, വി ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാൽ കേട്ടോ. ഇന്നോവ കാർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2015 മോഡലാണ്. ഓപ്ഷൻ പിന്നെ വി ആണ് അല്ലേ? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 180 ഓടിയിട്ടുണ്ട്. 180 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ? ജെനുവിൻ ആണല്ലേ? ഓക്കെ,
ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് വെറുപ്പ് ഒന്നുമില്ലല്ലോ, നല്ല വണ്ടിയല്ലോ. നല്ല വണ്ടി. ഓക്കെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. 8 സീറ്റർ വണ്ടിയാണ് കേട്ടോ ഇത്. 7 സീറ്റ് അല്ല, 8 സീറ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ഇതിപ്പോ നിലവിൽ UP റൈസൻ ആയിട്ടുള്ള വണ്ടിയാണ്, കേരള നമ്പർ ആക്കി തരും. എത്രയാണ് ചോദിക്കുന്നത്? 10:45 അല്ലേ. ഓക്കെ, ഇവിടെ ഒരു ഡൽഹി റൈസൻ ആയിട്ടുള്ള ഒരു വണ്ടി നോക്കാം. ഇത് എത്രയാണ് മോഡൽ? 2014 മോഡലാണ്. ഓപ്ഷൻ പിന്നെ G4 അല്ലേ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഒരു 180 ഓടിയിട്ടുണ്ട്. 180 ഓടിയിട്ടുണ്ട്. ഇത് 7 സീറ്റ് വണ്ടി അല്ലേ? 7 സീറ്റ് ഉണ്ട്. ഓക്കെ, മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല, പക്കാണല്ലോ വണ്ടി. ഓക്കെ, ഇപ്പൊ നമ്പർ ആക്കിയിട്ടല്ലോ കൊടുക്കുള്ളൂ? നമ്പർ ആക്കിയിട്ട് കൊടുക്കും, അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും നമ്പർ ആക്കിയിട്ട് കൊടുക്കും അല്ലേ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 9 രൂപ. 9 രൂപ ചോദിക്കുന്നുണ്ട്, വില കുറച്ച് കൊടുക്കും അല്ലേ. മോഡൽ എത്ര? 2014 മോഡൽ. ഓക്കെ, G4 ആണ്. 9 രൂപ ചോദിക്കുന്നുണ്ട്, വില കുറച്ച് കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു V ഓപ്ഷനിലുള്ള വണ്ടി നമുക്ക് നോക്കാം. ഇത് എത്ര മോഡലാണ്? 2010 ആണ്. 2010 മോഡലാണ്. ഓപ്ഷൻ പിന്നെ V ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഒരു 2 സംതിങ് ഓടി. ആ, വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഇല്ല. ഒരു സിൽവർ കളറിലാണ് വണ്ടി വരുന്നത്. ഇപ്പൊ നിലവിൽ KL54 പൊന്നാനിയിലേക്ക് മാറിയിട്ടുണ്ട് വണ്ടി. ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. ഇത് എത്രയാണ് ചോദ്യം? ഇതിന് ചോദ്യം 540 ചോദിക്കുന്നുണ്ട് അല്ലേ. ഓ, ഇതേപോലത്തെ ഒരു വണ്ടി നമ്മൾ ആദ്യം നോക്കിയില്ലേ? സെയിം അല്ല, 540 തന്നെ ചോദിച്ചത്. ഓക്കെ, G4 അല്ല, V ഓപ്ഷൻ ആണ്. 2010 മോഡലാണ്. ഓക്കെ, വില ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് തരും.